അങ്ങനെ കളിക്കണം, കുട്ടികളോടൊപ്പം കളിക്കണം. ഇത് രസമാണ്. നമ്മൾ വാപ്പാരെ കബറിൽ പോയാലും നമ്മളെ വാപ്പ നമ്മളിത് കളിച്ചിട്ടുണ്ട് തന്നെ നമ്മൾ കരയും. ഇത് നമ്മൾ നടപ്പിലാക്കണം വീട്ടിൽ. ഉമ്മമാര് താളം തെറ്റിക്കഴിഞ്ഞാൽ മോശപ്പെടും എന്നതിന് ആധുനികമായിട്ടൊരു ചരിത്രമുണ്ട്. നമുക്കറിയാം, അതൊക്കെ പത്രത്തിൽ വായിച്ചതായിരിക്കും. റിപ്പർ ചന്ദ്രൻ തൂക്കിക്കൊല്ലുന്ന തലേ ദിവസം മറന്നു. മലയാളി പിന്നെ വാർത്തകളൊക്കെ മറക്കുമല്ലോ. പിന്നെ നമ്മളെ ടോപ്പിക് ആയതുകൊണ്ട് ഓർത്തെക്കാതെ റിപ്പർ ചന്ദ്രൻ നാളെ തൂക്കിക്കൊല്ല മേടിച്ചിട്ട് തലക്കടിച്ച് കൊല്ലുന്ന ആളാണ് റിപ്പർ ചന്ദ്രൻ. അത് ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അയാളെ തൂക്കിക്കൊന്നു കോടതി. തൂക്കിക്കൊല്ലണതിന് തലേ ദിവസം എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മയെ കാണണം. പാവം കോടതിക്കും ജയിൽ വാർഡന്മാർക്കും ഒക്കെ പാവം തോന്നി. കാരണം തൂക്കിക്കൊല്ലാൻ നേരത്തെ അമ്മയൊന്നും ആവശ്യപ്പെട്ടല്ലോ. അങ്ങനെ അമ്മയെ കൊണ്ടുവന്നെടുത്തു. അമ്മയെ ആലിംഗനം ചെയ്തു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഒരു അലർച്ചയിലാണ് കേട്ടത്. അതിലിങ്ങനെ നോക്കണ സമയത്ത് വലത്തെ ചെവി കടിച്ചു മുറിക്കുകയാണ് ആര്? റിപ്പർ ചന്ദ്രൻ. രക്തമൊലിക്കുന്ന ആ പല്ലുകളെ, ആ വ്യക്തിയെ അടർത്തി മാറ്റി. പോലീസുകാർക്കൊന്നും ചെയ്യാനും കഴിയൂല, കാരണം നാളെ തൂക്കിക്കൊല്ലാനുള്ള പ്രതിയാണ്. ഉറക്കെ ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? ആ സമയത്ത് റിപ്പർ ചന്ദ്രൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ ഞാനാക്കിയത് ഈ തള്ളയാണ്. ഞാൻ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോ, മോഷ്ടിക്കുമ്പോ എനിക്ക് പ്രോത്സാഹനം തന്നത് ഈ തള്ളയാണ്. അങ്ങനെ അമ്മയാണ് അവസാനമായിട്ട് കുരിശിലേറ്റിയത് വാക്കാൽ. അപ്പൊ ഉമ്മമാര് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ മക്കളെ ചേഞ്ചാക്കാൻ കഴിയില്ല. അത് വാപ്പ നബിയായാലും ശരി എന്നതിന്റെ ഉദാഹരണമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെ സംഭവം.